ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് രണ്ട് തരത്തിലുള്ള ആളുകളെ ലോകത്തിലുള്ളൂ. ഒന്ന് ക്രൂശിൽ പ്രശംസിക്കുന്നവർ, രണ്ട് ക്രൂശിന്റെ ശത്രുക്കൾ. ക്രൂശ് പ്രശംസയാക്കുന്നവർക്കും ആക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ശരിക്കും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം എന്നാണ്, ക്രൂശ് പ്രശംസയാക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഞാൻ, അതോ ക്രൂശ് ഒഴിവാക്കുന്നവരുടെ കൂട്ടത്തിലാണോ? പലപ്പോഴും ക്രൂശ് ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ ക്രൂശിന് വിരോധമായിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം. മെനി ടൈംസ് ഇത് ഒഴിവാക്കുക, ക്രൂശ് ഒഴിവാക്കാനുള്ള വലിയൊരു ടെൻഡൻസി ഈ കാലയളവിൽ ഉണ്ട്. എന്നാൽ ക്രൂശ് എടുത്ത് അവനെ അനുഗമിക്കാൻ ഇറങ്ങുന്നവർ ക്രൂശ് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അതെടുക്കാൻ. അതാണ് കർത്താവ് വളരെ കൃത്യയോട് പറയുന്നത്. അതുകൊണ്ട് ക്രൂശ് എന്താണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അത് അറിയാതെ ഒരാള് ക്രൂശ് എടുക്കാൻ തുടങ്ങിയാൽ പലപ്പോഴും നമുക്കുണ്ടാകുന്നൊരു വലിയ പ്രശ്നമാണ്. ഒരു മിഷൻ നമ്മളൊരാൾ ഫലമേൽപ്പിക്കുമ്പോഴത്തേക്ക് ചുമ്മാ ചാടിക്കേറി ഏറ്റെടുക്കാൻ അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താണ്, എനിക്കത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞ ആ വാക്കിനെ വളരെ ഭൗതികമായ ആളുകൾ എടുക്കുന്നത് പലപ്പോഴും എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മിഷൻ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ വലിയ ത്യാഗമൊന്നും സഹിച്ച ആളൊന്നുമല്ല. അതിന്റെ ഒന്നാമത്തെ കാരണം, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നതുമായിട്ട് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എത്ര ചെറുതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ത്യാഗത്തെക്കുറിച്ചൊക്കെ ആളുകൾ പറയുമ്പോൾ ഒത്തിരി ആളുകൾ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എസ്പെഷ്യലി എൻ്റെ യാത്രയുടെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും മറ്റ് കോണ്ടിനെന്റ്സിൽ ആരും അറിയാൻ വയ്യാതെ ആരെയും പരിചയമില്ലാതെ ചെന്ന് ചാടിയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ത്യാഗമാണെന്നൊക്കെ ആൾക്കാർ പറയാനുണ്ട്. പക്ഷേ സീറ്റിസ്റ്റഡ് പറഞ്ഞൊരു വാചകമാണ് എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത്. When I look at the cross, anything and everything I do for the Lord is not a sacrifice at all. When I look at the cross, anything and everything I do for my Lord is not a sacrifice at all. ഞാൻ ക്രൂശിനെ നോക്കുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്തത് എന്തൊക്കെയാണെങ്കിലും എത്രയൊക്കെ വലുതാണെങ്കിലും അതൊന്നും ഒരു ത്യാഗമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ക്രോസ് കാണാനായിട്ട് കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ആ ക്രോസിന്റെ ആഴം മനസ്സിലാക്കാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് കർത്താവ് വളരെ അടുത്ത ആളാണ്. അടുത്ത 1000 ആളുകൾക്ക് അടുത്ത ആളായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ പേഴ്സണലി ഐ സേ, അതുകൊണ്ട് കർത്താവ് പറയുന്ന ഏത് കാര്യങ്ങളും എടുത്തിയാടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് നോക്കാതെ ചെല്ലാനായിട്ട് കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 37 years ആയി ഞാൻ കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിയിട്ട്. ഇതുവരെയുള്ള എൻ്റെ ആകെയുള്ള ബോസ്റ്റിംഗ്, ഞാൻ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഐ വാസ് റെഡി ടു ഒബേ ഗാഡ് whenever God was asking me to do something. I will tell about it later if I get time. അപ്പോൾ ആ അനുസരണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് എന്നറിയാൻ വയ്യാതെ, ഒരാളെ പോലും പരിചയമില്ലാതെ ഒരു കൺട്രിയിൽ ഞാൻ പോയി ഇറങ്ങിയിട്ടുണ്ട്. ഒരു വ്യക്തി എന്നെ ആരും ഇൻവൈറ്റ് ചെയ്യാതെ, എന്നെ ആരും അയക്കാതെ ഒരു രാജ്യത്ത് ചുമ്മാ എയർപോർട്ടിൽ പോയി ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞതുകൊണ്ട് വെറുതെ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ആളുകൾ പറയും, പലപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുത്തൻ ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അതിന്റെ പിന്നാലെ പോകാനെന്ന്. ഇങ്ങനെ വചനം മിസ്കോട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം വചനത്തിൽ ഗോപുരം പണിവാൻ ഒരുത്തൻ നോക്കുന്നെങ്കിൽ അത് നേരത്തെ കണക്ക് കൂട്ടണമെന്ന് പറയുന്നത് ഒരിക്കലും കർത്താവ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ അതിനാവശ്യമായ പൈസ കിട്ടിയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നതിനെ കുറിച്ചല്ല. അതിന്റെ റിസോഴ്സസ് കണ്ടേച്ചിറങ്ങി പുറപ്പെടാനല്ല. കർത്താവിന്റെ വാക്കുകൾ കേട്ടിട്ട് അനിശ്ചിതത്വത്തിലേക്ക് എടുത്തു ചാടാൻ എനിക്ക് കർത്താവ് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിന് അത് ഞാൻ തയ്യാറായിരുന്നു. അതിന്റെ കോൺസിക്വൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. ഐ വാസ് റെഡി ടു ഒബേ ഗാഡ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത്, ഇഫ് എനിവൺ വോണ്ട് ടു ടേക്ക് അപ്പ് ഹിസ് ക്രോസ്, അല്ലെങ്കിൽ ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ എന്ത് വില കൊടുക്കണമെന്നുള്ളത് കണക്ക് കൂട്ടി നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് എനിക്ക് വാക്കുകളും വചനം അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ടൈമില്ല. അതുകൊണ്ട് ഇഫ് യു റൈറ്റ് ഡൗൺ, ഐ എം വെരി ഹാപ്പി, ബിക്കോസ് ഇഫ് യു ഗോ ഹോം യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് പാസേജ്. We know what Jesus was saying about something about discipleship in Luke chapter 14 verse 25 to 35. 10 വാക്കുകൾ അവിടെ കാണുന്നുണ്ട്. ആ ഭാഗത്ത് അതിന്റെ 25ാമത്തെ വാക്യം തൊട്ടാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്താണ് കർത്താവ് ഡിസൈപ്പിൾഷിപ്പിന്റെ കോസ്റ്റ് ആദ്യമായിട്ട് പറയുന്നത്. ഡിസൈപ്പിൾഷിപ്പിന്റെ കോസ്റ്റ് 14ാം അധ്യായത്തിന്റെ 25 മുതൽ 35 വരെയുള്ള കാര്യങ്ങളിൽ. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും, അതിന്റെ 33 വായിക്കുമ്പോഴത്തേക്ക്, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും പിരിയുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതൊരു കോസ്റ്റാണ്. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അവൻ കോസ്റ്റ് കൊടുത്താലേ പറ്റുള്ളൂ. ഇതേ അധ്യായത്തിൽ തന്നെ കർത്താവ് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.
എന്നാൽ ഈ പാസേജ് തുടങ്ങുന്നത് 25-ലാണ്. ഒരു പാസേജ് തുടങ്ങുന്നത് വലിയ ഒരു അധ്യായമല്ല പലപ്പോഴും ഒരു പാസേജ് തുടങ്ങുന്നത്. ഒരു പാസേജ് തുടങ്ങുന്നത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം പറയാനായിട്ട് കർത്താവ് തുടങ്ങുമ്പോഴാണ്. ആ പാസേജ് തുടങ്ങുന്നതും വായിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം നമുക്ക് ഡീപ്പായിട്ട് ഗ്രഹിക്കാനായിട്ട് പറ്റുന്നത്. ചാപ്റ്റർ 25 നമ്മൾ കാണുന്നത്, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. എപ്പോഴാണ് യേശു പറയുന്നത് ചോദിച്ചാൽ, ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ യേശു തിരിഞ്ഞ് പറയുകയാണ്, എന്റെ പിന്നാലെ ഒരുത്ത മരണമെങ്കിൽ അങ്ങനെ ചുമ്മാ വരാനൊന്നും പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യണം? അവന് ഉപേക്ഷിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഭയങ്കര എന്താണ് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നത്. അവൻ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അതായത് പുരുഷാരത്തെ നോക്കിയിട്ട് പറയാണ്, നിനക്കൊന്നും എന്റെ പുറകെ വരാനുള്ള യോഗ്യതയില്ലെന്നാ പറയുന്നത്. ഇതാണ് ശരിക്കും പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ യേശുവിന്റെ മനോഭാവവും എന്റെ ഉൾപ്പെടെ നമ്മുടെ ഒക്കെ പലരുടെയും മനോഭാവം തമ്മിലുള്ള വലിയ ഡിഫറൻസ് എന്താണെന്നുള്ളത്. എന്താണ്? ഏറിയ പുരുഷാരം വരുമ്പോൾ നമ്മൾ വാസം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജനക്കൂട്ടം നമ്മുടെ മെസ്സേജിന് കേൾക്കാൻ വരുമ്പോഴൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, വെൻ ഹി സോ ദ മൾട്ടിറ്റ്യൂഡ് ഹി മൂവ്ഡ് വിത്ത് കമ്പാഷൻ. അവൻ പുരുഷാരത്തെ കണ്ടാറെ മനസ്സലിഞ്ഞു. നമ്മളാണ് ത്രില്ലടിക്കുകയുള്ളൂ. കണ്ടില്ല എന്റെ പ്രസംഗം കേൾക്കാൻ ഇത്ര ആളുകൾ എന്നാ പറയുന്നത്. പക്ഷെ കർത്താവിന് ഈ പുരുഷാരം ഒരു അലർജി ആയിരുന്നു എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഏറിയ പുരുഷാരത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിനൊരു വലിയ അസ്വസ്ഥത. എന്താണ്? യുവമാരെല്ലാം എന്റെ പുറകെ വരുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് എന്ന തിരിച്ചറിവ്. കാര്യങ്ങൾ മനസ്സിലാക്കി 1000 പേര് വന്നാലും കുഴപ്പമില്ല. ഞാനൊരു യൂത്ത് മീറ്റിംഗിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു, ലാക്സ് ഓഫ് പീപ്പിൾ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, അവിടെ ലീഡർ വന്ന് എന്നോട് അവർക്ക് ബാപ്റ്റിസം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ അവരാരും മാനസാന്തരപ്പെട്ടവരൊന്നുമല്ല. അവർ പറഞ്ഞത് അവരുടെ കമ്മ്യൂണിറ്റിയുടെ പേര് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് കാസ്റ്റ് വൈസ് ഒത്തിരി എന്താണ് അക്സെപ്റ്റൻസ് കിട്ടും. കാസ്റ്റ് വൈസ് അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടിയാണ് അവര് വന്നത്. ഞാൻ ആർക്കും ബാപ്റ്റിസം കൊടുത്തില്ല. അപ്പോൾ ഒരു നല്ല സഹോദരൻ എനിക്കൊരു കത്തെഴുതി തന്നു, നിങ്ങളത് കാണിച്ച ഭയങ്കര അബദ്ധമാണ്. ഇങ്ങനെ നിങ്ങൾ പോകുന്ന ആഫ്രിക്കയിൽ പോലും ഇതുപോലെയുള്ള മാസ് കൺവേർഷൻ നടന്നതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 3000 പേര് പത്രോസിന്റെ കാലയളവിൽ ഒരുമിച്ച് വന്ന് സ്നാനപ്പെട്ടില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര പേരെ സ്നാനപ്പെടുത്താൻ കിട്ടിയ അവസരം വെറുതെ കളഞ്ഞത് എന്ന്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ് ബോയ്. ബിക്കോസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്നും അല്ലെങ്കിൽ അത്രയും പേര് രക്ഷിക്കപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷേ 3000 പേര് പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നിങ്ങൾ എല്ലാവരും കൂടി വരാനല്ല, നിങ്ങളിൽ ഓരോരുത്തൻ തിരിഞ്ഞ് നിങ്ങളുടെ പാപങ്ങളുടെ മാനസാന്തരത്തിനായി ഓരോരുത്തൻ, ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലും എന്ത് ചെയ്തേ പറ്റുള്ളൂ? അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവിനോട് അവരുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ബാപ്റ്റിസം സ്വീകരിക്കുകയും ചെയ്തേ പറ്റുള്ളൂ. ഈച്ച് വൺ. ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. മാസ് കൺവേർഷൻ എനിക്ക് എതിരൊന്നുമല്ല. 10 ലക്ഷം പേര് ഒരുമിച്ച് വന്നാലും 10 ലക്ഷം പേരും യേശുവിനെ അനുഗമിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിന് കൊടുക്കേണ്ട വില മനസ്സിലാക്കിക്കൊണ്ട് വേണം യേശുവിന്റെ പിന്നാലെ പോകുവാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് കൂടുതൽ ആളുകൾ വരുന്നതിനകത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല. എന്തൊന്നും സങ്കടം? യേശുവിന്റെ പ്രശ്നം അതാണ്. യേശുവിന്റെ പിന്നാലെ വലിയ പുരുഷാരം വന്നു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ചിന്ത, ഇവന്മാർ വല്ലതും മനസ്സിലാക്കിയിട്ടാണോ വന്നത്? ഇതാണ് ചോദ്യം. ഇന്നും ആളുകൾ ഒരു ക്രൂസൈഡിൽ രക്ഷിക്കപ്പെടുന്നത് വല്ലവും മനസ്സിലാക്കിക്കൊണ്ടാണോ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അവര് എന്തെങ്കിലും എല്ലാം സോപ്പിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് വരുന്നവരാരും തിരിച്ചു പോകരുന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ യേശു പുരുഷാരത്തെ കാണുമ്പോഴെല്ലാം അവരെ ഒന്ന് സ്ക്രീൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. എപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എല്ലായിടത്തും ഭയങ്കര സ്ക്രീനിങ് നടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടോസറിന് പറഞ്ഞ വാക്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉദ്ധരിച്ചത്. നിങ്ങൾ എന്താണ്, ദി ഓൾഡ് ക്രോസ് സ്ലീവ് മെൻ ആൻഡ് ദ ന്യൂ ക്രോസ് എന്റർടൈൻ. പഴയ ക്രൂശ് ആളുകളെ ശരിക്കും പറഞ്ഞാൽ എന്താണ്, നിഹിതന്മാരാക്കുകയാണ്, അതല്ലെങ്കിൽ കൊന്നുകളയുകയാണ്. എന്നാൽ പുതിയ ക്രൂശ് എന്താണ്, ആളുകളെ എന്റർടൈൻ ചെയ്യുകയാണ്. അങ്ങനെ ആളുകളെ എന്റർടൈൻ ചെയ്യാനുള്ള ഒരാളല്ല. ഇഫ് യു ആർ എ മെസ്സഞ്ചർ ഓഫ് ദ ക്രോസ്, യു ആർ നോട്ട് സപ്പോസ് ടു എന്റർടൈൻ പീപ്പിൾ വിത്ത് ദ വേൾഡ്ലി തിങ്സ് ഓർ ദ വേൾഡ്ലി പാറ്റേൺ. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് വളരെ നമ്മൾ ഓർക്കണം. അപ്പൊ യേശുവിനെ ഇത്രയും വലിയ പുരുഷാരം അടുത്ത് വന്നപ്പോഴത്തേക്ക് ആടിപ്പാടി അടിപൊളി ജീവിതം കൊതിക്കുന്ന കുറച്ച് ആളുകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആടാനും പാടാനും ചാടാനും തുള്ളാനും വരുന്ന ആളുകളെ ഒന്ന് എന്റർടൈൻ ചെയ്യാൻ യേശു തയ്യാറല്ലായിരുന്നു. He was not ready to entertain those people who wanted to make it a celebration. Of course it is a celebration, but he wanted to see that something is happening inside their heart, in their mind and in their spirit.
അവരുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ഉണ്ടാകുന്ന വ്യതിയാനത്തെക്കുറിച്ച്, അതിന്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവ് വളരെയേറെ ബോധവാനായിരുന്നു. അതുകൊണ്ട് കർത്താവ് അവരെ എന്റർടൈൻ ചെയ്യാനായിട്ട് നോക്കുന്നില്ല വലിയ പുരുഷാരത്തെ. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു മൈനോറിറ്റിയുടെ കൂടെയാണെന്നാണ് എന്റെ ചിന്ത. ആ മൈനോറിറ്റിയുടെ ക്വാളിറ്റി ഉള്ള ഒരു മജോറിറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അത് അത്ര എളുപ്പമൊന്നുമല്ല. ഇപ്പൊ വലിയ പ്രീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട്, പണ്ടായിരുന്നു നാരോ ഗേറ്റ്, സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഞെരുക്കമുള്ളത് പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനൊന്നുമല്ല. യേശു ക്രിസ്തുവിൽ മരിച്ച ഇപ്പോൾ നരകത്തെക്കാൾ വലിയ സ്വർഗം ഉണ്ടാക്കാനാണ് ദൈവം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ടീച്ചിങ് ആണ്. അതുകൊണ്ട് നരകത്തിൽ പോകുന്നവരെക്കാൾ കൂടുതൽ ആളുകളെ എനിക്ക് എന്ത് ചെയ്യണം? സ്വർഗത്തിൽ കൊണ്ടുപോകണം. ആഗ്രഹം നല്ലതാണ്. നിങ്ങളെക്കാൾ വലിയ ആഗ്രഹം ദൈവത്തിനുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം, അല്ലാതെ കൂടുതൽ ആളുകളല്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷെ അത് നടക്കുന്നില്ല. നമുക്ക് ആഗ്രഹിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ കോംപ്രമൈസ് ചെയ്ത് ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ദൈവം പരിശ്രമിക്കുന്നില്ലെന്ന എന്റെ ചിന്ത. സ്വർഗം തരിശായി കിടന്നാലും അശുദ്ധനായ ഒരു മനുഷ്യനെ അവിടെ കയറ്റിയിരുത്താൻ വിശുദ്ധനായ ദൈവം തയ്യാറാവുകയില്ല എന്നാണ് എന്റെ ചിന്ത. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രോസ് എക്സ്പീരിയൻസിന്റെ കാര്യം അവിടെ വലിയ പുരുഷാരം വന്നപ്പോൾ ക്ലീനായിട്ട് കർത്താവ് പറയാണ്, നോ, എനിക്ക് ഇങ്ങനെയുള്ള ഒരു പുരുഷാരത്തെ അല്ല ആവശ്യം. ഗിദെയോന്റെ അടുത്ത് 32,000 people were there for a battle. 30,000 പേര് അവന്റെ കാഹളം കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ കൂടെയുള്ള ജനങ്ങൾ അധികമാണെന്ന്. ശരിക്കും എതിരായിട്ട് വന്നു കിടക്കുന്ന ജനങ്ങളെ കുറിച്ച് നമ്മൾ വി സീ ഇറ്റ് ഇൻ ജഡ്ജസ് ചാപ്റ്റർ 7 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ചാപ്റ്റർ 8 നമ്മൾ കാണുന്നത്, ഇവരെ ആരോട് യുദ്ധം ചെയ്യണോ ആ ജനങ്ങൾ വലിയ he couldn't just count them. അതുപോലെ വലിയ പറ്റമായിട്ട് വെട്ടുക്കിളികൾ നിരന്നിരിക്കുന്നത് പോലെ വളരെ വലിയ പറ്റമായിട്ട് വന്ന് കൂടിയിരിക്കുന്ന സമയത്താണ് ഗിദെയോന്റെ കൂടെ 30,000 ഉള്ളല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ദൈവം പറയാം, നിന്റെ കൂടെ ഉള്ളവര് അധികമാണെന്ന്. ഭയവും ഭീരുത്വവും ഉള്ളവർ മടങ്ങിപ്പോകട്ടെ. നോക്ക്, സ്ക്രീനിങ് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സ്ക്രീനിങ്. ഭയവും ഭീരുത്വവും ഉള്ളവർ മടങ്ങിപ്പോകട്ടെ. 20,000 പേര് 20,000 പേര് മടങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കർത്താവ് പറയാണ്, ഇതും വളരെ കൂടുതലാണ്, എനിക്കൊരു ടെസ്റ്റ് കൂടെ ചെയ്യാനുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ടെസ്റ്റിൽ വിജയിക്കുന്ന, അതിനകത്ത് അർത്ഥം ഇതാണ്, മറ്റൊന്നുമല്ല. അവിടെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പട്ടി നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നതായ വ്യക്തികൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ മറ്റ് മൃഗങ്ങളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് പട്ടിയെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. പട്ടി വെള്ളം കുടിക്കുകയാണെങ്കിലും കണ്ണ് തുറന്നിരിക്കും. പൂച്ച പാല് കുടിക്കുകയാണെങ്കിൽ കണ്ണടച്ചുകൊണ്ടേ പാല് കുടിക്കത്തുള്ളൂ. പക്ഷെ പട്ടിയുടെ കാര്യം അങ്ങനെയല്ല. പട്ടി വെള്ളം കുടിക്കുകയാണെങ്കിലും കണ്ണ് തുറന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് വളരെ സ്വസ്ഥത ലഭിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ പോലും മുന്നിലുള്ള യുദ്ധത്തെ കണ്ടുകൊണ്ട് ശത്രുവിനെ അടുക്കാൻ സമ്മതിക്കാതെ യുദ്ധം മനസ്സിൽ കയറിക്കിടക്കുന്ന ആളുകളെ മാത്രം മതി ദൈവത്തിന് യുദ്ധത്തിന്. അവരുടെ ജാഗരൂകതയാണ് അതിനകത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതായിരിക്കുന്നത്. അങ്ങനെ ജാഗരൂകരായ എന്തിനു വേണ്ടി തങ്ങൾ വിളിക്കപ്പെട്ടു എന്നുള്ള ബോധ്യമുള്ള ആളുകൾ, വെള്ളം കാണുമ്പോൾ എല്ലാം മറക്കുന്ന ആളുകളെ ദൈവരാജ്യത്തിന് വേണ്ട. കുടിക്കാൻ വല്ലതും കിട്ടുമ്പോൾ, പൈസ കയ്യിൽ വരുമ്പോൾ, പണം കയ്യിൽ വരുമ്പോൾ, ധനം കയ്യിൽ വരുമ്പോൾ, കാറ് കിട്ടുമ്പോൾ, വീട് കിട്ടുമ്പോൾ, ബാക്കി അവരെ എന്ത് ദൗത്യം പരമേൽപ്പിച്ചോ അതിനെ മറക്കുന്ന ഒരു സമൂഹത്തെ കൂടെ കൊണ്ടുപോകാൻ യേശു കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, യു കൗണ്ട് ദ കോസ്റ്റ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് യു നീഡ് ടു കൗണ്ട് ദ കോസ്റ്റ്. ക്രൂസിന് എന്ത് വില കൊടുക്കണം എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ത് വേണം? എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശിൽ തന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. യേശുവിനെ അനുഗമിക്കാൻ വന്ന പല ആളുകളും എന്ത് വില കൊടുക്കണമെന്നുള്ളത് കണ്ട് അറിയാൻ അത് അറിയാതെ വന്ന ആളുകളുണ്ട്. നീ എവിടെ പോയാലും, നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 57 മുതലുള്ള വാക്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അവിടെ 3 കൂട്ടരെ കർത്താവിനെ അനുഗമിക്കാൻ തയ്യാറായി വരുന്നുണ്ട്. പക്ഷേ എന്താണ് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന വില എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 3 കൂട്ടരും കർത്താവിനെ വിട്ടിട്ട് പോവുകയാണ്. ആദ്യത്തെ ആള് പറയുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്നാണ്. ഇങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും യേശുവിനെ അനുഗമിക്കാൻ വരുന്ന ആളുകൾ എവിടെ പോയാലും എന്ന് പറയുന്നില്ല. എന്തോ കിട്ടുമെന്ന് ചോദിച്ചാൽ മിക്കവരും വരുന്നത്. ഇവൻ അതല്ല പറയുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവിനോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം, ഞാൻ എവിടെയൊക്കെ പോയത് നീ കണ്ടിട്ടുണ്ട്? അതാണ് പ്രശ്നം. ഇവൻ എവിടെയൊക്കെ യേശുവിനെ കണ്ടിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ കാനാവിലെ കല്യാണത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നേ, ഞാൻ അന്ന് വീഞ്ഞൊക്കെ വിളമ്പി കൊടുത്ത ആള്. ഓക്കെ, പിന്നെ നീ എന്നെ ഇവിടെ കണ്ടിട്ടുണ്ട്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ, നീ കണ്ടില്ലേ എന്നെ? അതിന്റെ 12ാമത്തെ പന്തി ഞാൻ ഇരിക്കുന്നത് നീ കണ്ടില്ലേ? പിന്നെ നീ എന്നെ ഇവിടെ കണ്ടിട്ടുണ്ട്. ലാസറിനെ ഉയർപ്പിച്ചപ്പം ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ.
കർത്താവ് പറഞ്ഞു, കൊള്ളാം, നല്ല നല്ല കാര്യങ്ങളാണ് നീ ഇതുവരെ കണ്ടത്, പക്ഷെ ഇനി ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്നറിയാമോ? കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് വീടും കുറുനരി കുഴികളും ഉണ്ട്, പക്ഷേ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടമില്ല. ഹി ഈസ് റിവീലിംഗ് ദ ഗ്രേറ്റ് ട്രൂത്ത് ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ബി ക്രൂസിഫൈഡ്. ക്രൂസിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ അവന്റെ പൊടി പോലും നമ്മളവിടെ കാണുന്നില്ല. ഒരു കണക്കിന് ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ഇതെടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഇട്ടേച്ചു പോയല്ലോ. നമ്മളിൽ മിക്ക ആളുകളുടെയും പ്രശ്നം ഇതെടുക്കാൻ പറ്റത്തില്ലെങ്കിലും ഒന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞു വരുന്നവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും 14-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് എന്താണ്? ഉപ്പ് നല്ലത് തന്നെ, പക്ഷേ ഉപ്പ് കാരമില്ലാതെ പോയാൽ ടേസ്റ്റ്ലെസ് സോൾട്ട് ആയിട്ട് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി മാറിയതിന്റെ കാര്യം എന്നാണ്. വി ഫെയിൽ ടു കൗണ്ട് ദ കോസ്റ്റ് ടു ഫോളോ ജീസസ് ക്രൈസ്റ്റ്. യേശുവേ രക്ഷക, എൻ പ്രിയനേ യേശുവേ രക്ഷക, നിൻ കരമെൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്കന്നേ, നിൻ കരമെൻ മേൽ വയ്ക്കാൻ ശുദ്ധി ചെയ്കന്നേ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ എൻ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ വെണ്മയായി തീരട്ടെ, എന്റേതാമെല്ലാം വെണ്മയായി തീരട്ടെ, എന്റേതാമെല്ലാം. ഓ കർത്താവേ, അഗ്നി എന്നിൽ